നീക്കിയിരിപ്പുണ്ട്. ഇതാണ് ഈ 2 വർഷത്തെ സാമ്പത്തിക കണക്കുകൾ. ഞാൻ എല്ലാവർക്കും പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിലും ചോദിക്കാം. അത് കഴിഞ്ഞത് ഓക്കെ ആണെങ്കിൽ നമുക്കതൊന്ന് അംഗീകരിക്കാം. ഈ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് 1,14,000 മെമ്പർ ഉണ്ടാകുമ്പോൾ 1,200 വെച്ചുമ്പോൾ 6 ലക്ഷം രൂപ പിരിയണം. അപ്പോൾ അതെങ്ങനെയാണ് ഇനി ഇവിടെ സെക്രട്ടറി പറഞ്ഞു ഇനി അടുത്തത് കൂട്ടാനുള്ള ലെവലിലാണ് പറയുന്നത്. അപ്പോൾ ഈ കിട്ടാത്തവരെ എങ്ങനെ കളക്ട് ചെയ്യുന്നുള്ളത് ഇതെങ്ങനെയാണെന്നുള്ള ഇതുവരെ നമുക്ക് അങ്ങനെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പക്ഷേ നമുക്കിത് ത്രൂ ഇമെയിൽ വഴി വാട്സാപ്പ് വഴിയൊക്കെ നമ്മളിതിനെ പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലും നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു അവസ്ഥ ഉണ്ട്, ഇവിടുത്തെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഫണ്ട് വേണം എന്നുള്ള കാര്യം ചോദിക്കുക. അല്ലേ നമുക്ക് കഴിയൂ? തരേണ്ടവർ നമ്മളൊക്കെ തന്നെയല്ലേ കൊടുക്കേണ്ടവർ. അപ്പോൾ ആരോടും ഒരു നിർബന്ധം പറയാൻ പറ്റില്ല. പലർക്കും പൈസ ചെറിയ പൈസ ആയതുകൊണ്ട് തരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൊല്ലത്തിൽ 1,200 രൂപ എന്ന് പറയുമ്പോൾ ഒന്ന് നാട്ടിലെ ഏത് ചെറിയ ക്ലബിനും അത് മതിയാവില്ല. അപ്പോൾ ഈ 15,000 25,000 ഒക്കെ മാസം ഒരു വർഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്ലബ് മെമ്പേഴ്സ് നമ്മളുണ്ട്. ലയൻസ് ആയാലും റോട്ടറി ആയാലും എല്ലാത്തിനും ഒരു മിനിമം 25,000 രൂപ എനിക്ക് തോന്നുന്നു വരും ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ 1,200 രൂപ ഉള്ളൂ. അത് തരാനുള്ള ഓൺലൈനുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ തീരുമാനിക്കാം. കാരണം ഇപ്പോൾ ഞങ്ങൾക്കും ഒഫീഷ്യലായിട്ടുള്ള ആളുകൾ ഇപ്പോൾ എനിക്ക് ഞാൻ പ്രഷറാന്ന് വിചാരിച്ചിട്ട് ആളോട് പോയിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ അതൊരു തെറ്റായ രീതിയിൽ ആയിപ്പോയാൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് ഒന്നും കൊടുക്കാല്ലാതെ വേറെ വഴിയില്ല. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൂട്ടുകയാണെങ്കിൽ കൂട്ടിയിട്ട് എന്തായാലും അതൊക്കെ അതിലേക്കൊന്ന് കടക്കണം. നമ്മളൊക്കെ എന്താ വേണ്ടുന്നത്. ഇതാണ് അവസ്ഥ. കിട്ടിയതേനാ മേടിക്കണുള്ളൂ. ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. റിമംബർ ലെറ്റർ അല്ലെങ്കിൽ ഇതൊക്കെ മെയിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഫൗണ്ടർ മെമ്പർഷിപ്പ് 10 lakh സംതിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ മജ്‌ലിസ് നടന്നു പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഒരു 50,000 രൂപ ഏറ്റവും കുറഞ്ഞത് നമുക്ക് വേണം. പക്ഷെ നമുക്ക് വരുമാനത്തിന് നമ്മൾ ഹോളൊക്കെ ഉള്ള ശരിക്കും അത് മതി. അപ്പോൾ ഹോളിൽ തന്നെ ഒന്നും കൂടെ ചെയ്ത് ഡൈനിങ് ഹാളൊന്ന് വലുതാക്കിയാൽ അങ്ങോട്ട് ആ ഹാളിന് ചെറുതാക്കി ഡൈനിങ് ഹാളൊന്ന് എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് വരുമാനം കിട്ടാം. പിന്നെ അതൊന്നും കൂടെ ഒക്കെ നമ്മളൊന്ന് ഫ്രണ്ടൊക്കെ ശരിയാക്കി കൊടുത്താൽ നമ്മളുടെ ആളുകളുടെ തന്നെ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്, എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ അതിന് പ്രൊമോട്ട് ചെയ്യാത്ത കുറവുമുണ്ട്. അങ്ങനെ പ്രശ്നം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ വരുന്നില്ല. പിന്നെ ഇപ്പോൾ അവിടുത്തെ ഫണ്ടും നമുക്ക് അവിടെ നിന്നുള്ളത് നമുക്ക് കുറച്ച് കാലം കിട്ടിയിട്ടില്ല. അപ്പോൾ അതും ഒരു വരുമാനമായിരുന്നു. നമുക്കൊരു മാസം 22,000 രൂപയോളം വരേണ്ടതാണത്. ഹെൽത്ത് പാർക്കിൻ്റെ ഫണ്ടും നമുക്ക് ഇതേപോലെ 2018-19 നമുക്ക് 35,250 രൂപ പെൻഡിങ് ഉണ്ടായിരുന്നത്. 2019-20 17,250 രൂപ റെൻറ്റ് വെച്ചിട്ട് 5 മാസവും പിന്നെ 19,840 വെച്ചിട്ട് 7 മാസവും നമുക്ക് കിട്ടേണ്ടത്. 20-21 2,31,080 രൂപയാണ് കിട്ടേണ്ടത്. 21-22 2,49,984 രൂപ വരണം. 22-23 2,61,880 രൂപ വരണം. അങ്ങനെ മൊത്തം അവിടുന്ന് 10,16,000 രൂപ കിട്ടാനുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് അതും കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ ഈ കാര്യങ്ങൾ നടക്കും. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു മറ്റുള്ള ചിലവിലേക്ക് മാറ്റിയാൽ ദൈനംദിന കാര്യങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് തന്നെ നമുക്ക് നടക്കും. കാരണം ഒരു 50 രൂപ കിട്ടാൻ എത്ര മെമ്പർമാരെന്ന് വേണം? 1,200 എന്നുള്ളത് നമ്മൾ 2,000-3,000 ആക്കി കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് ഇത് നടക്കുകയും എല്ലാവർക്കും വരാനും എൻജോയ് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും പറ്റും. അതാണ് ഇപ്പോൾ അതിനുള്ളത്. അക്കൗണ്ട് സംബന്ധമായ എന്തെങ്കിലും വരണ്ട? പാസ്സാക്കി. ഓക്കെ. ഞാൻ അക്കൗണ്ട്സ് വിട്ട് ഞാൻ രണ്ടു പറയുന്നുണ്ട്. നമുക്കറിയാം ഇന്നിപ്പോൾ
നമ്മുടെ ജനറൽ ബോഡി ഞാൻ മെമ്പറായതിനു ശേഷം ഒരു മെമ്പർ ആനുവൽ ജനറൽ ബോഡിയിൽ നിന്ന് നമുക്ക് ക്വാറന്റൈൻ നടത്തിയിട്ടില്ല. അതിന് മുന്നേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്നത് നമുക്ക് സാധിച്ചു. അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ വന്നിട്ടുള്ള ആളുകൾ പലരും ഇപ്പം നമ്മൾ ഓൺലൈനിൽ കയറാൻ പറഞ്ഞ് പലരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. വരണം എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചിലരുടെ ചോദ്യം ഉണ്ടായി, നീ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ എന്തിനാടോ അവിടെ വന്നിട്ട് എന്താ കാര്യം എന്നൊരു ചോദ്യം പലരിൽ നിന്ന് വന്നു. സത്യത്തിൽ എനിക്കും അറിയില്ല എന്തിനാണ് ഇതിനെ വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും ദൂരത്തേക്ക് ഒരു 10-25-30 കിലോമീറ്ററൊക്കെയാണ് പലരും വന്നിട്ടുള്ളത്. പല പരിപാടികളും മാറ്റി വെച്ചിട്ടാണ് വന്നുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞ ആൾ വന്നുകൊണ്ട് പോയി, കല്യാണവുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാരുണ്ട്, ഒക്കെ ഇങ്ങനെ മുള്ളുമ്പോൾ നിർത്തിയിട്ടൊന്ന് വന്നു പോകും. അറ്റൻഡൻസുകൾ ഒരു പ്രാവശ്യമെങ്കിലും കോറം തികഞ്ഞ് ഞങ്ങളൊരു മീറ്റിംഗ് കൂടട്ടെ എന്നതായിരുന്നു ആവശ്യം. വേറെ ഒരു അജണ്ടയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് നടത്തുക. കാരണം വെച്ചാൽ ഈ ഇരിക്കുന്ന ഇതിനോട് താല്പര്യം കുറേ ആളുകളുണ്ട്. അവർക്കെങ്കിലും അത് പ്രത്യേകിച്ചും നമ്മുടെ ദുബൈയിലും ഖത്തറിലൊക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ ഈ ആളുകളെ ഒന്ന് കണ്ട് ഇങ്ങനെ പ്രസ്ഥാനം ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയണ്ടേ. അപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ ഈ ഒഫീഷ്യലായിട്ടുള്ളത്. അവരിങ്ങനെ എന്നും പരിപാടികൾ നടത്തി വിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഒരു 550 ആളുടെ ഒരു സംഘടന എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഫിഗറാണ്. പിന്നെ അതിലുള്ള ആളുകളുടെ വാല്യൂ കണ്ടാലോ അതിനേക്കാൾ ഗംഭീരമാണ്. അപ്പോൾ ഇതിനോട് സമം ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു സംഘടന എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുക തോന്നുന്നില്ല. കാരണം അത്രയും ഇന്ത്യയിലെ എണ്ണപ്പെട്ട സാമ്പത്തിക നിലയിൽ നിൽക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയ്ക്ക് ഇപ്പോൾ ഒരു ദൈനംദിന കാര്യങ്ങൾ നടത്താൻ ഫണ്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഇതിലത്തെ ഓരോ മെമ്പർക്കും ഒരു നടക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കവർ ചെയ്യാൻ, ഇതൊക്കെ ഒന്ന് അറിയണ്ടേ, ഒന്ന് പറയണ്ടേ. അറിഞ്ഞാൽ മാത്രം പോരാ, പറയാൻ മാത്രം പോരാ, കേൾക്കാൻ ആൾ വേണം. അപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് ഇന്ന് അത് എത്തി. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടെ എത്തി. ഇനി അത് എന്തിനു വേണ്ടി വന്നു എന്നുള്ളതാണ് ചോദ്യം. വരാത്തവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് വരുന്നത്. അതിൻ്റെ മറുപടിയും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. ഇതിനെ ഈ 550 ആളുടെ ഈ പ്രസ്ഥാനത്തിന് ഇത്ര സൗകര്യങ്ങളോടുകൂടി തൃശ്ശൂർ ടൗണിൻ്റെ ഒരു സമീപത്തായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, ഇത് നമുക്ക് ഓരോരുത്തരും, പ്രത്യേകിച്ച് ഇപ്പോൾ ഗൾഫിലൊക്കെ പോയ ഒരുപാട് ആളുകൾ ചേർത്തിട്ടുണ്ട്. പല ഗൾഫിലുള്ളവരോടും നമ്മൾ വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ചേർന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ന്യൂ മെമ്പർ. പക്ഷെ അവരെ മനസ്സിലൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ചോദിച്ചത് കൊണ്ട് ചിലപ്പോൾ തന്നതായിരിക്കാം, എന്തിനൊക്കെ ഈ എന്നെ അമ്പതിനാർക്ക് പറ്റിക്കണം എന്നൊരു ചോദ്യം സത്യത്തിൽ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. പിന്നെ ബന്ധങ്ങളുടെ പേരിൽ തന്നു പോയതാണ്, പോട്ടെ അതിന് വേണ്ടെങ്കിൽ 50,000 പോട്ടെ എന്ന നിലയിലാണ് പലരും തന്നിട്ടുള്ളത് സത്യത്തിൽ. പക്ഷെ അതങ്ങനെ പോരാ. നമുക്ക് ആ 50,000 അവർ തന്നതും അതൊരു ഫാമിലി നമുക്കും കൂടി ഉപകരിക്കുന്ന തരത്തിലേക്ക് ഇതിനൊന്ന് മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ വന്ന് നിങ്ങളൊക്കെ തന്നെയാണ് പറയേണ്ടത്. കാരണം ഇനി വരാത്തവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾക്ക് വന്നിട്ടുണ്ട്, നമുക്കിതിനെ ലൈവ് ആക്കണം. അതിപ്പോൾ ഞങ്ങൾ 10 പേര് ഇരുന്നിട്ടോ 21 പേര് ഇരുന്നിട്ടോ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ആവണില്ല. സത്യത്തിൽ ഇപ്പോൾ പല പ്രാവശ്യം പലതും ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് സമയം നമ്മളതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 4 വർഷത്തിൽ കൊറോണ സമയമൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്കുള്ള ഫ്രീ ടൈം ഉപയോഗിച്ച് ചെയ്യണ്ടേ. വേറെ പണിയൊക്കെ ഉള്ളതല്ലേ, ഒരു പണികളുണ്ട് നമുക്കൊക്കെ. അപ്പോൾ ആ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല ആർക്കും. കാരണം അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇതൊക്കെയാണ്, ഇത്രയൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ അത് പോരാ. അപ്പോൾ ഇനി എന്താണ് അതിന് വഴി എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു ചോദ്യം. അപ്പോൾ ഇതിലിപ്പോൾ 21 ആളും പ്ലസ് പഴയ ആളുകൾ, കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ടുള്ള മെമ്പർമാരുണ്ട്. 27-28 വരും. അങ്ങനെ വരുമ്പോൾ ഒരു 550 ആൾക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ക് എവിടെയെങ്കിലും ടാലി ചെയ്തിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റും. കാരണം ഇതിലേക്ക് വരുന്ന ആളുകൾ, ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ആളുകൾ, ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പേരെന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ പരസ്പരം ബന്ധമുള്ളവരും പ്രവർത്തന മേഖല അറിയുന്നവരുമല്ല ഈ ഇരിക്കുന്നവർ. അപ്പോൾ ഒരു പേര് പറയാൻ പറഞ്ഞാൽ
അത് രണ്ടാൾ അറിയുന്നൊക്കെ ഒരാളുടെ പേര് പറഞ്ഞു പോയാൽ അങ്ങനെയൊക്കെ പേര് പറയുകയും ചെയ്യാം ഒരു പരിധി വരെ. കാരണം അറിയില്ല, നമ്മളാരും പരസ്പരം അറിയില്ല. ഇന്ന് വന്നവരെ തന്നെ അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്ക് തന്നെ ഫുൾ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കാരണം വേദി ഉണ്ടായിട്ടില്ല, അവസരം ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിലുള്ളവർ ഇപ്പം നേരത്തെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ 560 മെമ്പർമാരാണ്, 590 മെമ്പർമാരിൽ ക്ഷേമന്മാരായ പ്രഗത്ഭരായ ആളുകളെ മാത്രം തിരഞ്ഞെടുത്തൊന്നുമല്ല, അവരുടെ ക്രീമാണ് ഈ ആളുകളെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കഴിവും അവരെക്കാൾ കൂടുതലുള്ളവരാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു കുറച്ച് ആളുകളെ കുറച്ച് സൗകര്യവും ഇതൊക്കെ നോക്കി തിരഞ്ഞെടുത്ത് മാത്രമേ ഉള്ളൂ. കഴിവുള്ള പ്രാപ്തിയുള്ള ഒരുപാട് ആളുകൾ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടണം, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല ആരാണെന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വന്ന ആളുകൾ നമുക്ക് അത്രയും കഴിവുള്ളതെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറ്റുന്നില്ല, മാറി നിന്ന് കൂട്ടിയാൽ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഇതിലിരിക്കുന്ന ആളുകൾക്ക് സ്വമേധയാ പറയാൻ കഴിയും, ഞാൻ കുറച്ച് സമയം ഈ 2 വർഷം ഞാൻ പ്രവർത്തിക്കാം, എനിക്ക് പ്രവർത്തിക്കണം മജ്‌ലിസിൽ, എന്നെക്കൊണ്ട് ഇതിൽ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളവർ വന്നാലെയാണ് ആ ഉള്ളതും ഇവിടെ ഉള്ളത് നിലവിലുള്ളവരും ആരൊക്കെ കഴിവുള്ളവരും തയ്യാറുള്ളത് വെച്ചാൽ അങ്ങനെയൊക്കെ ആവണം ഒരു കമ്മിറ്റി വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ 21 ആളുണ്ടെങ്കിൽ ആ 21 ആൾക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങളെ വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്തൊരു 2 കൊല്ലം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും. അതല്ലാതെ ഒരു 5, 6, 7 ആളെ ഏൽപ്പിച്ച് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ 10-500 ആളുകൾ 550 ആളുകൾ മാറി നിന്നിട്ട് ഒരു കൊല്ലത്തിൽ പോലും കൂടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അതിലൊരു കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്രയും പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ മെമ്പർമാരെയും ഒന്ന് വിളിച്ച് ഒന്ന് നടത്താൻ വേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഇത് മൊബൈലിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് കോൾ മെസ്സേജ് ഇട്ടൊന്നും മാത്രമല്ല, ഇതൊന്നും ഇങ്ങനെ ആയിക്കിട്ടാൽ. കാരണം എന്താ വെച്ചാൽ ഈ 550 ആളുണ്ടെന്ന് പറഞ്ഞത് ആരാണ് എന്താണെന്ന് പോലും അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം അഡ്രസ്സ് ഫുള്ളില്ല, പഴയ നമ്പറുകളാണ്, പഴയ അഡ്രസ്സ് ഗൾഫിൽ ചേർത്തവരാണ്, അവർ ഗൾഫിൽ നിന്ന് പോകുന്നു, നാട്ടിൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇന്നും 7 ആളോളം പേര് മാത്രമുണ്ട്, അഡ്രസ്സ് കാണാത്ത നമ്മുടെ മെമ്പർമാരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഒരു വലിയൊരു നമ്മുടെ കഴിവുകൾ എന്ന് പറയാനേ പറ്റുള്ളൂ അതിനൊക്കെ. പക്ഷെ അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് നമ്മളെ മജ്‌ലിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കുറ്റപ്പെടുത്തലല്ല, ഞാൻ അടക്കമുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്, അതിനൊക്കെ മറുപടി മനസ്സിലാക്കേണ്ടവരാണ്. എന്തായാലും ഇതിനെ ഒന്ന് കൊണ്ടുവരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തി എല്ലാവരിൽ നിന്ന് കിട്ടാനൊരു വഴി ഉണ്ടാക്കി അത് ചെയ്യുക. ആ ഹാളൊന്ന് പ്രിപ്പയർ ചെയ്യുകയും ഒന്ന് ചെറിയൊരു പൈസ ചിലവഴിച്ചാൽ അത് സ്ഥിരമായ ഒരു വരുമാനത്തിലേക്ക് മാറ്റാൻ കഴിയും. പിന്നെ ഫാമിലികളൊക്കെ വരണമെങ്കിൽ ഇപ്പോൾ ആ കുട്ടികൾ കുറച്ച് ആൾക്കാർ ഇവരെ കൂടെയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് സീസോ എന്തോ ഒരു കളിക്കാൻ എന്തോ സാധനമുണ്ട്, അവിടെയാണ് കുട്ടികൾ. അപ്പോൾ കുട്ടികൾ എപ്പോഴും നമ്മൾ ഫാമിലി മീറ്റ് വിളിച്ച ആൾ കുറയുന്നുണ്ട്. അപ്പോൾ ഈ ആൾ കുറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ വീട്ടിലും ഫാമിലിയിൽ കുട്ടികളുണ്ട്, വലിയക്കും വലിയമ്മയും വരേണ്ട ആൾക്കാർ, അവരെ കൂടെ കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികളും കൂടി വരാൻ തയ്യാറായില്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വരാനൊരു പ്രചോദനം ഉണ്ടാവണമെങ്കിൽ ഇവിടെ അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണം. നമ്മളിവിടെ പ്രസംഗിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല, ഇവിടുത്തെ പ്രസംഗമോ പരിപാടിയൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് കളിക്കാനൊരു സ്ഥലം വേണം. അറ്റ്ലീസ്റ്റ് അവർക്കൊരു നല്ലൊരു പ്ലേ ഏരിയ, വൃത്തിയായിട്ടൊരു പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ അവരത് എൻജോയ് ചെയ്യും. ദെൻ സ്വിമ്മിംഗ് പൂളും ഉണ്ടെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടെ അവർ വരണമെങ്കിൽ, നേരത്തെ ചോദിച്ച എന്തിനാണ് ഞങ്ങൾ വരുന്നത് ചോദിച്ചവർക്ക് മറുപടി പറയാൻ വന്നാൽ ഈ ഒരു പൂന്തോട്ടത്തിൽ എന്താ പറയുക, നല്ലൊരു മനോഹരമായ തോട്ടങ്ങൾ നമുക്കുണ്ട്, അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. അത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ, ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവർക്ക് വരാൻ കഴിയും. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സുഹൃത്തുക്കളുണ്ട്, ഒരു ദിവസമൊക്കെ വന്നിട്ട് ഇവിടെ വേണമെങ്കിൽ 2 റൂമുണ്ട്, അത് കൂടാതെ സംവിധാനം ഉണ്ടെങ്കിൽ ഒരു ഫാമിലി വന്ന് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വെച്ച് വൈകുന്നേരത്ത് പോവാം, കാലത്ത് വന്ന് എല്ലാ കുളിയും കളിയും ഒക്കെ നടത്തി പോവാം. അതൊക്കെയാണ് ശരിക്കും ഇതിൽ. വേറെ ഒന്നുമില്ല, ഈ 50,000 കൊടുത്തിട്ട് മാസം പൈസ കൊടുത്തിട്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. ആ ഒരു എന്താ പറയുക, നമ്മളെ പരിസരത്ത് ഈ തൃശ്ശൂരിൻ്റെ ഈ മേഖലയിൽ ഇങ്ങനെ ഒരു സൗകര്യം, ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലം, അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള കാര്യം സാമ്പത്തികം തന്നെയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫണ്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 50,000 രൂപ ബാബു ചോദിച്ചതുപോലെ 50,000 രൂപ 10,000 രൂപ 1 ലക്ഷം 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ടാക്സ് അടക്കുക ചെയ്യുക, കറണ്ടിൻ്റെ പൈസ അടക്കുക ചെയ്യുക, എന്താ ചെയ്യാന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു വരുമാനം കണ്ടാൽ ഒന്നില്ലെങ്കിൽ ഇതാണ് അവർക്ക് കിട്ടാനുള്ളൂ, കൊടുക്കാനുള്ളൂ. ഇത് ചേർന്നിട്ട് 10-30 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ഇപ്പോൾ ചേർന്ന ആളുകൾക്ക് 25 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് 50,000 രൂപ കൊടുത്തവർക്ക് തിരിക്കുന്നുണ്ട്.
അവർക്ക് ഇതുവരെ എന്താ ഒന്നും നടന്നില്ല. അവർക്ക് വയസ്സായി, കുളിക്കേണ്ട പ്രായം കഴിഞ്ഞ് കളിക്കേണ്ട പ്രായം കഴിഞ്ഞു, പേരക്കുട്ടിലായിട്ട് വരണം. അപ്പൊ ആ ഒരു സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചേർന്ന് കഴിഞ്ഞാൽ അവന് കിട്ടേണ്ടത് ഉപയോഗിക്കാനുള്ള അവസരമാണ്. അത് ഇപ്പൊ തന്നെ തയ്യാറാക്കിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പണ്ട് കാലത്തൊക്കെ ഒരു നന്നായിട്ട് നടന്നതാണ് ഫാമിലി മീറ്റുകൾ. ഇപ്പോൾ നടക്കുന്നില്ല. ഫാമിലി മീറ്റുകൾ നന്നായി നടന്നിരുന്നു. വനിതാ വിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂത്ത് വിങ്ങും വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. യൂത്ത് വിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായി ആക്ട് ചെയ്താൽ വനിതാ വിങ് ഇവിടെ ഫുഡ് ഫെസ്റ്റും അങ്ങനെ കുറേ നടത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. ഒരു വനിതാ വിങ് നടത്തി കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവരൊക്കെ ഒന്ന് ഉഷാറാക്കിയാൽ കുറേ പരിപാടികളൊക്കെ നടത്തി ആർക്കും വളർന്നിരിക്കാലോ, ഒരു ചിലവില്ല, വന്ന് എൻജോയ് ചെയ്ത് കുട്ടികളെ കൊടുന്ന് അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ചെയ്യണം. ഇവിടെ ഒരു ആഴ്ച താമസിച്ചിട്ടുള്ള കുട്ടികളുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരാഴ്ച ഇവിടെ താമസിച്ച് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ സ്വപ്നം കാണുന്ന പോലെ പറയാനേ പറ്റുന്നുള്ളൂ. അതൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ ഈ 7 ആൾ 8 ആൾ കമ്മിറ്റിയിലുണ്ട്, അത് മാത്രം നടത്തിയാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 21 ആൾക്കും ജോലി കൊടുത്ത് വീതിച്ച് ഓരോ പരിപാടി നടത്താൻ തയ്യാറായാൽ നമുക്കിത് ലൈവാക്കാൻ പറ്റും. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്നെ കൊണ്ട് നമ്മൾ ചെയ്തത് അപ്പുറത്തേക്ക് ഒരാൾ ചെയ്യാൻ എളുപ്പമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഗൾഫിൽ നിന്ന് നമ്മൾ ആക്റ്റീവ് ആക്കുക, ഗൾഫ് യൂണിറ്റും ഒന്നും കൂടി ആക്റ്റീവ് ആക്കാണ്ട്. ഖത്തർ വളരെ ഉഷാറാണ്. പക്ഷെ ദുബായ് ചാപ്റ്റർ വളരെ എന്താ പറയുക, ഇപ്പം കമ്മിറ്റിയൊക്കെ ആയി. പക്ഷേ അവിടെ പ്രവർത്തനം നടന്നില്ല. ഒരുപാട് ആളുകളോടെ ചേരാനുള്ള ആളുകളുണ്ട്, ചേർക്കാനുള്ള ആളുകളുണ്ട്. നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ 500 ആളുണ്ട്, 550 ആളുണ്ട്. ഒരൊറ്റ ആളെ ചേർക്കാൻ പറ്റാത്ത ഒരാളും നമ്മളിലില്ല. ഒരു 50,000 റുപ്യ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളെ ചേർക്കാൻ പറ്റാത്ത ആളുകളില്ല. പക്ഷെ അത് തോന്നൽ നമ്മൾ മനസ്സിൽ വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തിനെന്ന് ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോൾ അതിന് മറുപടി പറയാൻ നമുക്ക് പറ്റണം. വായോ, ഇവിടെ ഇന്നതുണ്ട്, നീ പോയിക്കോ, നാട്ടിൽ പോയിക്കോ, നീ വിളിച്ച് പറഞ്ഞു, അവിടെ ഫുഡ് ഉണ്ടാവും, റൂം ഉണ്ടാവും, നീ കളിക്കാനുള്ള കുട്ടികളുടെ സൗകര്യം ഉണ്ട്, നീ പൊക്കോ, ചേർന്നാൽ അതൊക്കെ തന്നെ ഗുണം എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ചേർക്കുന്നവർക്ക് പറയണമെങ്കിൽ ഇത് ഉണ്ടാവണം. അതുണ്ടായാൽ സ്വാഭാവികമായിട്ട് മെമ്പർമാരെ ചേർക്കാനും കഴിയും. അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നമ്മുടെ മെമ്പർമാരുടെ ഒരുപാട് മക്കളവിടുണ്ട്. ഈ എന്താ പറയുക, ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള യൂത്തുകളുണ്ട്. അവരെയൊക്കെ ഒന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ. കാരണം അവരുടെ ബിസിനസ്സും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ കഴിയും. അവർക്ക് ബിസിനസ് പ്രൊമോഷൻസ് ഒരുപാട് നടക്കും. അവർക്കും അവിടെ എന്താ പറയുക, ഇതുപോലത്തെ പ്ലാറ്റ്ഫോം അവിടെ ഇല്ല, ഗൾഫിലും ഇല്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ പ്ലാറ്റ്ഫോമാണ്. ഒരാൾക്കും ഒരു അപകടം കൂടാതെ ചെന്ന് പെട്ട് സംസാരിച്ച് സന്തോഷത്തിൽ പിരിഞ്ഞു വരാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ്. ഇന്ന് നമുക്കിവിടെ കിട്ടില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്കില്ല. സുന്നിയും ജമാഅത്തും മുജാഹിദും എപിയും ഇകെയും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുസ്ലിം ആയാൽ മതി നമുക്ക്. ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റും ലീഗും എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. മറ്റുള്ളവർക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഷർട്ട് മാറണം, നമ്മുടെ മനസ്സ് മാറ്റണം, നമ്മുടെ ആവശ്യങ്ങൾ മാറണം, നമ്മുടെ ടേസ്റ്റ് മാറ്റണം, പലതും ചെയ്യണം, പലയിടത്തും മൗനം പാലിക്കണം. ഇവിടെ വന്നാൽ അങ്ങനെ ഒന്നുമില്ല. എന്തും പറയാം, ആരെയും ഡിസ്കസ് ചെയ്യാം, എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഈ ഒരു പ്ലാറ്റ്ഫോം കുട്ടികൾക്കും അവിടെ ആവശ്യമാണ്. അപ്പോൾ അവർക്ക് അവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് യൂത്ത് ടീം അവിടെ വളർത്തുകയാണെങ്കിൽ. പിന്നെ പറയുന്നത് നമുക്ക് ഇവിടത്തിൻ്റെ കുറേ പണികളാണ്. ഇതിന് ചുറ്റുമതിലില്ല. നമുക്ക് ഈ ചുറ്റുമതിലൊക്കെ കെട്ടണമെങ്കിൽ ഒരു സംഖ്യ വേണം. ഒരു കോമ്പൗണ്ട് വാൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസ്ഥാനം വളരെ മോശമായ അവസ്ഥയിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കണം. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ അതിനൊക്കെ ചുറ്റും കെട്ടിയിട്ട് വേണം. കാരണം ഓരോ കാറ്റ് മഴ വരുമ്പോൾ ഓരോ കൊല്ലത്തിൽ ഓരോന്ന് വീണ് പോകുന്നുണ്ട്. ഈ ഞാവൽ മരങ്ങളാണ് നമ്മുടെ ഭംഗി. ഈ ലോണാണ് നമുക്കുള്ള ഒരു വേഗ ഭംഗിയൊക്കെ എടുക്കുന്നത്. അതൊക്കെ ഒന്ന് സംരക്ഷിക്കണമെങ്കിൽ അതിന് ചുറ്റും നിങ്ങൾക്കറിയാം, ഒരു നാവലിൻ്റെ ചുറ്റും തറ കെട്ടണമെങ്കിൽ എത്ര രൂപ വേണം. അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഓരോന്നോരോന്ന് വീണ് കൊഴിഞ്ഞു പോവാം. അത് സംരക്ഷിക്കാൻ ഫണ്ട് വേണം. ഇതിന് മെയിൻ പ്രശ്നം ഫണ്ടാണ്. അതില്ലാതെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് 25 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് ഉള്ളതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഒരു ഓഫീസും നമുക്ക് ഇന്ന് വരെ നല്ലൊരു ഓഫീസ് ഒരാൾ വന്നാൽ ഇരുത്താൻ പറ്റുന്നത് നമുക്കില്ല. മണ്ഡപത്തിൻ്റെ പണി ഞാൻ പറഞ്ഞു. അതുപോലെ ഗാർഡൻ ഹാൾ റിനോവേഷൻ നടത്തണം. പിന്നെ നമുക്ക് ക്ലബ് ഹൗസ് ഒന്ന് റിനോവേഷൻ നടത്തണം. അവിടെ റൂം പറഞ്ഞ പോലെ ഒന്ന് ചെയ്യേണ്ടത്. പഴയ തറകൾ എടുക്കുന്നുണ്ട്. ബാക്കിൽ പില്ലറൊക്കെ എടുത്ത് തറ റൂമിന് വേണ്ടി പണ്ടുണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റൂമാക്കി മാറ്റിയാൽ ഒരുപാട് കാര്യങ്ങൾ നടത്തും. പൂളൊക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്നാക്ക് ബാറൊക്കെ വേണം. അത് ഓൾറെഡി നമുക്ക് ഉണ്ട്. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഉണ്ടെങ്കിൽ അത് നടക്കും. ഇതിനൊക്കെ പുറമെ നമുക്ക് ചാരിറ്റി എന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് സത്യത്തിൽ അത് മജ്ലിസ് കെയർ എന്ന് പറഞ്ഞിട്ട് ഖത്തർ ടീം ഒരു സംരംഭം തുടങ്ങി. അൽഹംദുലില്ലാഹ് അത് വളരെ വിജയമാണ്. അവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് 1-2 സഹായങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും അത് ദുബായ് ചാപ്റ്ററിനും
ഇവിടുത്തെ നാട്ടിലെ ചാപ്റ്ററിനൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ചാരിറ്റി ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ ഭയങ്കരമായിരിക്കും. പിന്നെ നമുക്ക് പറയാം ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല എന്നൊക്കെയാണ്. ഏത് സംഘടനയാണെങ്കിലും ഒരു ലക്ഷം ചാരിറ്റി ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മുൻ തീരുമാനം അങ്ങനെ ആയി പോയി എന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഒരുപാട് ആളുകളെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് ഖത്തറുകാർ ചെയ്താറിൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു നമ്മുടെ ചെറിയ ചെറിയ സംഖ്യയാണ് വരുന്നത്. ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. ചെറിയൊരു സംഖ്യ മാറ്റി വെച്ചാൽ ഒരു വലിയ സംഖ്യ കിട്ടുകയും ഒരു കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് മറ്റേ സ്കെയറും നമുക്കൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ കൊല്ലം കമ്മിറ്റി എടുത്തിട്ടുള്ള ആളുകൾ, പുതിയ മെമ്പർമാരെ ചേർത്തിട്ടുള്ളത് 48 ആളാണ് മൊത്തം. കഴിഞ്ഞ പ്രാവശ്യം 12 ആളും ഈ ടേമിൽ 36 ആളും, അങ്ങനെ 48 ആളുകൾ ചേർത്തിട്ടുണ്ട്. 11 ആളുകൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് ഇത്രയും ആളുകൾ ചേർത്തത്. പുറത്തുനിന്നുള്ള ഒരു മൻസൂർ റസാഖ് ഉണ്ട്, ഞാൻ ചേർത്ത ആളാണ്, ചാവക്കാട് എൻ്റെ ഫ്രണ്ടാണ്, അവൻ 2 ആളെ ചേർത്തു. മുജീബ് ഉദ്ദീൻ എന്ന് പറഞ്ഞൊരാളെ ചേർത്തു, ഫാസിൽ ഹമീദ് ഒരാളെ ചേർത്തു, മുസ്തഫ കാളിയത്ത് ഒരാളെ ചേർത്തു, നസീർ അബൂബക്കർ 5 ആളെ ചേർത്തു, AK ഉസ്മാൻ 2 ആളെ ചേർത്തു. അങ്ങനെ ഗൾഫിൽ നിന്ന് മെമ്പർമാർ എക്സിക്യൂട്ടീവ് അല്ലാത്തവർ, അങ്ങനെ മൊത്തം 48 ആളാണ് 2 ടേമിലായിട്ട് നമുക്ക് ചേർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം നടന്ന 15 മീറ്റിംഗ് നടന്നു. ഒരു പകുതി ആളുകളൊക്കെ ഏറെക്കുറെ മീറ്റിങ്ങുകൾ വന്നവരും വരാത്തവരുമായിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്ര തന്നെ ഉള്ളൂ. നമുക്കിതൊന്നും നന്നാക്കണം. ഒരു 2 വർഷത്തെ ടേം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അത് ഒരുമിച്ച് നിന്ന് കാലാകാലം കുറേശ്ശെ പണത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് 10 കൊല്ലം കൊണ്ട് 1 കൊല്ലം കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ഇന്ന് നല്ല തീരുമാനങ്ങൾ ഉണ്ടാവണം. പ്രത്യേകിച്ചും മത്സ്യങ്ങളുടെ കാര്യത്തിൽ വരുന്ന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സതുദ്ദേശം പൂർത്തീകരിച്ച് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ആർക്കും പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല. ഈ ഒരു കൂട്ടായ്മ മാത്രമാണ് ഇങ്ങനെ വന്നിരിക്കാനും പരസ്പരം അറിയാനുമുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരാളും കഴിവ് കുറഞ്ഞവരും കൂടിയവരുമായിട്ടില്ല. അങ്ങനെ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറ്റുന്ന ആളുകൾ സ്വയം പറയുകയും പറഞ്ഞിട്ടൊക്കെ വരിക, കമ്മിറ്റിയിലൊക്കെ വരിക. അത് കൂടാതെ ഉണ്ടെങ്കിൽ ചെയ്യുന്നതൊക്കെ കൂടിയിട്ട് എന്തായാലും അടുത്ത വർഷത്തേക്ക് ഒരു നല്ല ടീമിനെ ഇവിടുന്ന് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.